കൂട്ടുകാരെ, നമുക്കിന്ന് കുറച്ച് ചെമ്പരത്തിപ്പൂവും ശംഖുപുഷ്പവും വെച്ച് ഒരു സോപ്പ് ഉണ്ടാക്കാവേ. കുറേ നേരം കഴിഞ്ഞൊരു സോപ്പ് ബേസ് മേടിച്ച് വെച്ചിട്ട് മടി കാരണം ഉണ്ടാക്കാതിരിക്കുകയായിരുന്നു, സോപ്പ് ഉണ്ടാക്കാതിരിക്കുകയായിരുന്നു. ഇന്നൊരുത്തൊന്ന് ഉണ്ടാക്കിയേക്കാവുന്ന ഞാൻ ഉണ്ടാക്കുന്ന സോപ്പ് ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതിന് വേണ്ട സാധനങ്ങൾ: സോപ്പ് ബേസ്, ഒരു ഓയിലെടുത്ത്, പിന്നെ ഒരു എക്സഷൻ ഓയിൽ എടുത്തിട്ടുണ്ട്, എക്സഷൻ ഓയിൽ, പിന്നെ ശംഖുപുഷ്പം എടുത്തിട്ടുണ്ട്, ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് അത് ഒഴിച്ച് വെക്കാനുള്ള മോൾഡാണ്. പിന്നെ 2 പാത്രം വേണം ഇതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി കേട്ടോ. ഇത് ഡബിൾ ബോയിൽ ചെയ്യണം സോപ്പ് ബേസ്. കൂട്ടുകാരെ, ഇത് ഞാൻ ചെമ്പരത്തിപ്പൂ ഇതളാക്കി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ അതിൻ്റെ ജ്യൂസ് എടുക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. ഇതേ ശംഖുപുഷ്പത്തിൻ്റെ 2 കളറിലെ സോപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് തിളച്ച് ഇതിൻ്റെ നമുക്ക് ജ്യൂസ് എടുക്കാം. നമുക്ക് ഈ സോപ്പ് ബേസ് കുഞ്ഞു കുഞ്ഞു കഷ്ണമാക്കണം, എന്നിട്ട് ഡബിൾ ബോയിൽ ചെയ്യണം. ഇതിനകത്ത് ഇച്ചിരി ഓയിൽ പുരട്ടി വെക്കണം ഈ മോൾഡിൽ. അതൊക്കെ നമുക്ക് ചെയ്യാം. കേട്ടോ, ഞാൻ ചെമ്പരത്തി ജ്യൂസ് ഉണ്ടാക്കി, പിന്നെ ഇത് ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസും എടുത്തു കേട്ടോ. അതിന് ഇത് കുഞ്ഞു കുഞ്ഞു സോപ്പ് ബേസ് കുഞ്ഞു കഷ്ണമാക്കി ഇത് നമുക്ക് ഇനി ഒരു പാത്രത്തിലിട്ട് ഡബിൾ ബോയിൽ ചെയ്ത് അത് ഉരുക്കിയെടുക്കണം. ഇത് മൊത്തം നമുക്ക് വാരി ഇതിനകത്തിടാം. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചു, അതിൻ്റെ അകത്താണ് ഇത് ഇങ്ങനെ ഒരു പാത്രത്തിനകത്ത് ഈ സോപ്പ് ബേസിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് വെച്ചേക്കുന്നത് കേട്ടോ. ഇത് നല്ലതായിട്ട് ഉരുകണേ. അപ്പോൾ ഇത് ഞാൻ ഈ മോൾഡിൻ്റെ അകത്ത് എണ്ണയൊക്കെ പുരട്ടി വെച്ചേക്കുന്നത്. ഈ ഒലിവ് ഓയിൽ ഞാൻ കുറച്ച് ഇതിനകത്ത് ഒഴിക്കും മിക്സ് ചെയ്യുമ്പോൾ കേട്ടോ. 2 തരത്തിലെ സോപ്പാണ് ഉണ്ടാക്കുന്നത്. ഉരുകട്ടെ, വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ. ഇത് കണ്ടോ, ഉരുകുന്നത് കണ്ടോ? വെള്ളം തിളയ്ക്കുന്നതനുസരിച്ച് ഉരുകുന്നത് കണ്ടോ? കണ്ടോ? ഇനിയും 2 കളറിലെ സോപ്പാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ഇതിനകത്തോട്ട് സോപ്പ് ബേസിൻ്റെ കൂട്ടൊഴിക്കും, കുറച്ച് ചെമ്പരത്തിപ്പൂവിൻ്റെ ജ്യൂസിനകത്തോട്ട് ഒഴിക്കും കേട്ടോ. തലയിൽ നല്ലപോലെ അലിക്കണം. നല്ലപോലെ അലുത്ത് വരുന്നത് കേട്ടോ. ദേഹത്തൊന്നും വീഴരുത്, നമ്മൾ സൂക്ഷിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാൻ കേട്ടോ. ഇനി കുറച്ച് കട്ടയും കൂടെ ഉണ്ട് അലിക്കാൻ. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ സോപ്പ് മേടിച്ച് ഉപയോഗിക്കുന്നില്ല. അപ്പം നമ്മുടെ വീട്ടിൽ ചെമ്പരത്തിപ്പൂവ്, ശംഖുപുഷ്പം, റോസ, പിന്നെ തുളസിയില, പിന്നെ ആര്യവേപ്പിൻ്റെ ഇല, പിന്നെ രാമച്ചമുണ്ട്, അതുകൊണ്ട് അങ്ങനെ പല ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ സ്കിന്നിനൊക്കെ നമുക്ക് തന്നെ വിശ്വസ്തയോടെ ഉപയോഗിക്കാമല്ലോ. ഇത് പല പരസ്യം ഉണ്ടെങ്കിലും നമ്മൾ അറിയത്തില്ലല്ലോ അതെല്ലാം ചേർക്കുന്നത്. കറ്റാർവാഴയുണ്ട്, അത് ചേർക്കാം കേട്ടോ. ഇതുകൊണ്ട് അലുത്ത് വരുന്നതുണ്ടോ? നല്ലപോലെ അലുത്തേ. അന്നേരം ഉണ്ടല്ലോ കുറച്ച് ഓയിൽ ഒഴിക്കേണ്ട അകത്തെ. കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു. നല്ലപോലെ അലുത്തു. നമുക്ക് കുറച്ച് ഈ 2 പപ്പാതി ഒഴിക്കാം. ആദ്യം നമുക്ക് അങ്ങനെ ഞാനിത് ഇതിനകത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് മോൾഡിൻ്റെ അകത്ത്. ഇനി ഒരു ദിവസം മൊത്തം ഇരുന്നത് സെറ്റാകണം കേട്ടോ. അങ്ങനെ ശംഖുപുഷ്പം കൊണ്ടുള്ള സോപ്പ് ഇത് റെഡി.